വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ജയപതാക സ്വാമിന്നിധി നാമിനേ. നമ ആചാര്യപാദായ നിതായ കൃപാപ്രദായിനേ ഗൗരഗദാദാമദായ നഗരഗ്രാമതാരിണേ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് പുരുഷോത്തമ മാസത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് പുരുഷോത്തമ മാസം വരെയാണ്. ജൂലൈ 18 ആരംഭിക്കുന്നത്. പിന്നെ ഓഗസ്റ്റ് 16 വരെ ഈ പുരുഷോത്തമ മാസം ഉണ്ട്. അപ്പോൾ നോക്കാം പുരുഷോത്തമ മാസം എന്താണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സാധാരണ ഹിന്ദു കലണ്ടറിൽ 2 രീതിയിലാണ് നമ്മൾ മാസം വർഷമൊക്കെ കണക്കാക്കുന്നത്. ഒന്ന് ചന്ദ്ര കലണ്ടർ, ചന്ദ്രമാസത്തെ വെച്ചിട്ട്, ചന്ദ്രനെ വെച്ചിട്ടാണ് അത് കണക്കാക്കുന്നത്. പിന്നെ ഒന്ന് സൂര്യ കലണ്ടർ. അപ്പോൾ ഈ 2 കലണ്ടറിലും വെച്ച് നോക്കുമ്പോൾ കുറച്ച് മാസം വ്യത്യാസം വരുന്നുണ്ട്, ചന്ദ്ര കലണ്ടറിലും സൂര്യ കലണ്ടറും വയ്ക്കുമ്പോൾ. അങ്ങനെ വ്യത്യാസമുള്ള ദിവസങ്ങൾ എല്ലാം കൂടെ കഴിഞ്ഞ് നോക്കുമ്പോൾ 3 വർഷം കഴിയുമ്പോൾ അതൊരു മാസമായിട്ട് മാറും. ഈ വ്യത്യാസങ്ങളെല്ലാം, എത്ര വ്യത്യാസമുള്ള ദിവസങ്ങളുണ്ടോ ആ ദിവസങ്ങളെല്ലാം കൂട്ടുമ്പോൾ 3 വർഷം കഴിയുമ്പോൾ അതൊരു മാസമാവും. അപ്പോൾ ആ ഒരു മാസം അധികമായിട്ടുള്ള മാസമാണ്. നമ്മൾ സാധാരണ 12 മാസമാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഒരു വർഷത്തിൽ. അപ്പോൾ ഈ 3 വർഷം കഴിയുമ്പോൾ ഒരു എക്സ്ട്രാ 13ാമത്തെ മാസം വരും. ഇത് അധിക മാസം പറയും. ഈ അതിമാസം എന്നൊക്കെയാണ് അതിനെ പറയാം. അപ്പോൾ ഈ മാസത്തിനൊരു പ്രത്യേകത, ഈ മാസത്തിനൊരു പേരില്ല. പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ വരണ മാസമായതുകൊണ്ട് അതിമാസം, മലമാസം എന്നൊക്കെയാണ് ഇതിനെ പറയാം. അപ്പോൾ മാസങ്ങളുടെ പേരുകളിലൊക്കെ, അപ്പോൾ നമ്മുടെ ഹിന്ദു പുരാണം പ്രകാരം, ഹിന്ദു കലണ്ടർ വെച്ചിട്ട് ഓരോ മാസത്തിനും കൃഷ്ണൻ്റെ ഓരോ പേരുകളാണ് മാസത്തിനുള്ളത്. അതായത് ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ മാസമായിട്ടുള്ള മാർച്ച് ഏപ്രിൽ മുതൽ തുടങ്ങിയെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, മാർച്ച് ഏപ്രിൽ മാസമാണ് ചൈത്രമാസം. അതാണ് നമ്മൾ ആരംഭിക്കുന്നത്. നമ്മുടെ ശരിക്കും മാസം ആരംഭം എന്ന് പറയുന്നത് മാർച്ചിലാണ് തുടങ്ങുന്നത്. മാർച്ചിൽ ഗൗരപൂർണിമ, ആ സമയത്താണ് ഹിന്ദു കലണ്ടർ പ്രകാരം മാസങ്ങൾ ആരംഭിക്കുന്നത് ശരിക്കും. അതുകൊണ്ടാണ് മാർച്ച് ടു ഏപ്രിൽ മാസമാണ് ആദ്യം തുടങ്ങുന്നത്. അത് ചൈത്രമാസം എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ അധിപതി എന്ന് പറയുന്നത് വിഷ്ണുവാണ്.
അതുപോലെ രണ്ടാമത് വരുന്നത് വൈശാഖ മാസം, ഏപ്രിൽ മെയ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, വൈശാഖ മാസം പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അധിപതിയായിട്ട് വരുന്നത് മധുസൂദനനാണ്. അടുത്തത് മൂന്നാമത് വരുന്നത് മെയ് തൊട്ട് ജൂൺ വരെയാണ്. അതിന് ജ്യേഷ്ഠമാസം എന്ന് പറയും. ജ്യേഷ്ഠമാസത്തിന് നമ്മൾ പറയണത് അതിൻ്റെ അധിപതി ത്രിവിക്രമനാണ്. പിന്നെ അടുത്ത് ആഷാഢമാസം. ആഷാഢമാസം എന്ന് വരുന്നത് ജൂൺ ടു ജൂലൈ വരെയാണ്. ആ മാസത്തിൻ്റെ അധിപനായിട്ട് വരുന്നത് വാമനമൂർത്തിയാണ്, വാമനൻ. പിന്നെ അടുത്തത് ശ്രാവണ മാസം, അത് ജൂലൈ ടു ആഗസ്റ്റ് വരെ. അതിൻ്റെ അധിപതി ശ്രീധരനാണ്. പിന്നെ ഓഗസ്റ്റ് ടു സെപ്റ്റംബറിനെ പറയണതാണ് ഭദ്രപദ മാസം. അതിൻ്റെ അധിപതി ഹൃഷികേശൻ. പിന്നെ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ അതിന് അശ്വിൻ മാസം എന്ന് പറയും. അതിൻ്റെ അധിപതി പത്മനാഭനാണ്. പിന്നെ ഒക്ടോബർ ടു നവംബർ എല്ലാവർക്കും അറിയാം കാർത്തിക മാസമാണ്. അതിൻ്റെ അധിപതി ആരാ? കാർത്തിക മാസത്തിൻ്റെ അതെല്ലാവർക്കും അറിയാം. സ്മിത മാതാജി, ആശ മാതാജി, ഗീത മാതാജി, 3 പേര് ഇവിടെ കാണാനുണ്ട്, പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒക്ടോബർ ടു നവംബർ വരെ ഒരു മാസമുണ്ട്. ആ മാസത്തിൻ്റെ പേര് കാർത്തിക മാസമാണ്. ആ മാസത്തിൻ്റെ അധിപൻ ആരാണ് എന്ന് ഓർമ്മയുള്ളവർ ഒന്ന് ടൈപ്പ് ചെയ്യുക. കാർത്തിക മാസത്തിൻ്റെ അധിപൻ. കേൾക്കണില്ല പറയണത്? കാർത്തിക മാസത്തിൻ്റെ അധിപൻ ആരാ? യെസ്, വെരി ഗുഡ്. സ്മിത സാജൻ മാതാജി പറഞ്ഞു ദാമോദരൻ അല്ലേ, ദാമോദര മാസം എന്നല്ലേ അത് അറിയപ്പെടുക. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളത് അനുഷ്ഠിക്കണ കാരണം അറിയാം. അടുത്തത് നവംബർ ടു ഡിസംബർ, മാർഗശീർഷ മാസം അല്ലേ. അതിൽ പറയാറില്ലേ മാസങ്ങളിൽ ഞാൻ മാർഗശീർഷ മാസമാകുന്നു, മാർഗഴി മാസമാകുന്നു എന്ന് ഭഗവാന്റെ വിഭൂതികൾ പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നവംബർ ടു ഡിസംബർ മാർഗശീർഷ മാസമാണ്. മാർഗശീർഷ മാസത്തിൻ്റെ അധിപൻ വന്നിട്ട് കേശവനാണ്. പിന്നെ ഡിസംബർ ടു ജനുവരിയാണ്, അതിനെ പൗഷമാസം എന്നാ പറയുക. അതിൻ്റെ അധിപതി നാരായണനാണ്. പിന്നെ അടുത്തത് ജനുവരി ടു ഫെബ്രുവരി മാഘമാസം, അതിൻ്റെ അധിപൻ മാധവനാണ്. പിന്നെ ഫെബ്രുവരി ടു മാർച്ച് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അല്ലേ. അപ്പോൾ ഫെബ്രുവരി ടു മാർച്ച് ഫൽഗുൺ മാസം എന്നറിയപ്പെടും. അതിൻ്റെ അധിപതി ഗോവിന്ദൻ. അപ്പോൾ ഇങ്ങനെ നമ്മൾ 12 മാസത്തിനും 12 വിഷ്ണുമൂർത്തികളാണ് അധിപൻ. അത് എങ്ങനെ നമുക്ക് പഠിക്കുക വെച്ചാൽ ഓം കേശവായ നമഃ, ഓം നാരായണായ നമഃ. നമ്മൾ 12 സ്ഥലത്ത് 12 കൃഷ്ണൻ്റെ നാമങ്ങൾ ചൊല്ലി ഇടും. ആ 12 നാമങ്ങൾ തന്നെയാണ് ഈ 12 മാസങ്ങളുടെ പേരും. അതിൽ നമുക്ക് ദാമോദരൻ കാർത്തിക മാസം വെച്ചിട്ട് നമുക്ക് കണക്കൂട്ടി നോക്കാം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കാർത്തിക മാസം എല്ലാവർക്കും അറിയാം ദാമോദരനാണ് അല്ലേ. അത് മുതൽ നമ്മൾ കറക്റ്റായിട്ട് പറയുമ്പോൾ ദാമോദരൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന കേശവനാണ്. അപ്പോൾ കേശവൻ അടുത്ത മാസമാണ് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അങ്ങനെ നമുക്ക് ഈ 12 മാസവും കണക്കാക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച 12 മാസത്തിൻ്റെ പേരുകൾ അറിയാം, അതിൻ്റെ അധിപതി ഓരോ വിഷ്ണുമൂർത്തികളാണെന്ന് അറിയാം. പക്ഷേ ഇവിടെ 3 വർഷത്തിലൊരിക്കൽ ഒരാൾ എക്സ്ട്രാ അധികപ്പറ്റായിട്ട് വരികയാണ്, അധിമാസം അല്ലേ. അപ്പോൾ പക്ഷേ ഈ അധിമാസം ഉണ്ടെങ്കിലാണ് നമുക്ക് ആ വർഷത്തിൻ്റെ സമയം കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ, എത്ര ദിവസം എന്നുള്ളത്. അപ്പോൾ ഈ അധിമാസത്തിന് പുരുഷോത്തമ മാസം എന്ന് പേര് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് അതെങ്ങനെ വരണം എന്നൊക്കെ നമുക്ക് പറയാം, അത് കഥയാണ്. ഇപ്പോൾ ഈ പുരുഷോത്തമ മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യസംക്രാന്തി വരാത്ത മാസമാണ് പുരുഷോത്തമ മാസം. സൂര്യസംക്രാന്തി വരില്ല, അത് നമ്മൾ പറയില്ലേ സൂര്യൻ വന്നിട്ട് അതിൽ ഇങ്ങനെ സംക്രമിക്കുക എന്ന് പറയില്ലേ, അത് വരാത്ത മാസം. പിന്നെ ഈ അധിക മാസം എത്ര ദിവസമാണ് വരിക എന്നുള്ളത്, ഈ 3 വർഷം കൂടുമ്പോൾ എത്ര ദിവസമാണ് അധികമായിട്ട് വരുന്നത് നമ്മൾ കണക്കാക്കുമ്പോൾ 3 വർഷം എന്ന് പറഞ്ഞാൽ എത്ര മാസം വരുന്നത്? 32 മാസം വരുന്നുണ്ട്. 32 മാസം 16 ദിവസം 6 മണിക്കൂർ, ഇത്രയാണ് ആ വ്യത്യാസം വരുന്നത്. ഇത്രയാണ് 32 മാസം 16 ദിവസം 6 മണിക്കൂർ. ഇനി നമുക്കറിയാം സൂര്യവർഷം 365 ദിവസമാണെന്ന് നമുക്കറിയാം അല്ലേ. നമ്മൾ 365 കാല് വെച്ചിട്ടാണ് നമ്മൾ ആധുനിക കലണ്ടർ, ഇംഗ്ലീഷ് കലണ്ടറൊക്കെ 365 കാല് ദിവസമാണ് ഒരു വർഷം. അങ്ങനെ ആ കാല് 4 വർഷം കൂടുമ്പോൾ എന്താവും, ആ ഓരോ കാല് 4 കാല് വരുമ്പോൾ ഒന്നായി മാറും. അങ്ങനെയാണ് അത് ലീപ്പ് ഇയർ ആയിട്ട് മാറിയിട്ട് ആ ഒരു ദിവസം എക്സ്ട്രാ നമുക്ക് ഫെബ്രുവരി 29 വരണം നമുക്കറിയാം. ഇതല്ല, ഇത് പക്ഷേ ഒരു മാസത്തിൻ്റെ വ്യത്യാസം വരും 3 വർഷത്തിൻ്റെ കൂടെ, ഈ സൂര്യ കലണ്ടറും ചന്ദ്ര കലണ്ടറും തമ്മിൽ. ഒരു സൂര്യവർഷം 365 ദിവസമാണ്, ഒരു ചന്ദ്രവർഷം വന്നിട്ട് 354 ദിവസമാണ്. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം വരുന്നത് 11 ദിവസം. 54, 65, 11 ദിവസമാണല്ലോ. 11 ദിവസം
1 മണിക്കൂർ 31 മിനിറ്റ് 12 സെക്കൻഡ്. ഇത്രയാണ് അവർ തമ്മിലുള്ള സൂര്യ കലണ്ടറും ചന്ദ്ര കലണ്ടറും തമ്മിൽ ആ ഒരു വ്യത്യാസം വരുന്നത്. മനസ്സിലായി? 11 ദിവസമാണ്. അതിൽ പിന്നെ മണിക്കൂറൊക്കെ സെക്കൻഡൊക്കെ ആയിട്ട് പറയണതാണ് 1 മണിക്കൂർ 31 മിനിറ്റ് 12 സെക്കൻഡ്. അപ്പോൾ ഈ വ്യത്യാസം ഓരോ വർഷത്തിലുണ്ട്. ഈ വ്യത്യാസം എല്ലാ വർഷത്തിലും കൂടെ കൂട്ടി വെച്ചിട്ട് 3 വർഷം കൂടുമ്പോൾ അതൊരു മാസമായിട്ട് മാറും. അങ്ങനെ ഇതിനെയാണ് നമ്മൾ അധിക മാസം എന്ന് പറയുന്നത്. ഇനി ഈ പുരുഷോത്തമ മാസത്തെ കുറിച്ചിട്ട് ഇത് നമ്മൾ ശാസ്ത്രീയമായിട്ട് കണക്കായിട്ടാണ് പറഞ്ഞത്. എങ്ങനെയാണത് ഒരു മാസം എക്സ്ട്രാ വരുന്നത് എന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി പുരുഷോത്തമ മാസത്തെ കുറിച്ചിട്ട് പത്മപുരാണത്തിലും അതുപോലെ നാരദ പുരാണത്തിലും വിശേഷമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പുരുഷോത്തമ മാസം അതിമാസമാണ് അല്ലേ? എങ്ങനെയാണ് ഇത്രയും പ്രത്യേകത വന്നത് അതിന് പുരുഷോത്തമ മാസത്തിന് എന്നുള്ള കഥയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ അധിക മാസത്തിനെ മലമാസം, മലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഒരു ശുദ്ധിയില്ലാത്ത രീതിയിലാണ് പറഞ്ഞിരുന്നത്. മലമാസം എന്ന് വെച്ചാൽ ഒരു അധികമായിട്ട് വരണതാണ് അല്ലേ? അതുകൊണ്ട് ദീർഘകാലമായിട്ട് ഈ മാസത്തിന് ആരും പരിഗണിച്ചില്ല, ഒരു പ്രാധാന്യം ഉണ്ടായില്ല, അതിനൊരു അവകാശങ്ങളില്ല. ഈ മാസത്തിന് നല്ല പുണ്യകാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കില്ല അല്ലെ? ആരും ഇതിനെ കീർത്തിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ കാരണം എല്ലാ മാസങ്ങൾക്കും അധിപതിയായിട്ട് കൃഷ്ണനുണ്ട് അല്ലേ? എല്ലാവരും ഓരോ മാസത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. പക്ഷേ ഞാൻ മാത്രം എങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള വിഷമമായിട്ട് ഈ മാസങ്ങളൊക്കെ സ്ത്രീകളായിട്ടാണ് കരുതുന്നത്. അപ്പോൾ ഈ മാസം പുരുഷോത്തമ മാസം, അതായത് ഈ അധിക മാസം, അതിനിവിടെ അവൾ എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതൊരു സ്ത്രീ ആയിട്ടാണ് കരുതുന്നത്. അപ്പോൾ ഈ കാരണം കൊണ്ട് ഈ മലമാസം വളരെയധികം ദുഃഖിച്ചു. അപ്പോൾ എല്ലാ മാസവും ഭഗവാന്റെ ഓരോ നാമത്തിൽ അറിയപ്പെടുന്നു, പക്ഷെ എനിക്ക് മാത്രം അല്ലേ ഒരു ഭഗവാന്റെ ഒരു നാമവും ഇല്ല. അപ്പോൾ ഇത് പക്ഷെ ഈ മലമാസം ഇല്ലാതെ ശരിക്കും ഒന്നും കൃത്യമായിട്ട് കണക്കാക്കാനും പറ്റില്ല. ഈ മാസത്തിന് വേണ്ട വിധത്തിൽ ആരും പരിഗണിക്കില്ല. അതുകൊണ്ട് ഈ മാസത്തിന് അസ്വസ്ഥത ഉണ്ടായെന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീഹരിയെ അഭയം പ്രാപിച്ചു. ഭഗവാൻ വിഷ്ണുവിനോട് പോയിട്ട് മലമാസം തൻ്റെ ദുഃഖം അറിയിച്ചു. എൻ്റെ മാസത്തിന് ഭഗവാന്റെ ഒരു പേര് പോലും ഇല്ല എന്ന് പറഞ്ഞ് പരിതപിക്കാൻ തുടങ്ങി. മലമാസത്തിൻ്റെ സങ്കടം കണ്ടിട്ട് ഭഗവാൻ വിഷ്ണു പറഞ്ഞു, ഇനി മുതൽ ആരും നിന്നെ മോശമായിട്ട് കാണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഭക്തവത്സലനായിട്ടുള്ള ശ്രീഹരി മലമാസത്തിന് ലോകത്തിന് മുമ്പിൽ ഒരു സ്ഥാനം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അതാണ് ഇവിടെ കഥ. ഭഗവാൻ ശ്രീഹരി മലമാസത്തിനൊരു വരം കൊടുക്കുകയാണ്. എന്താ വരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി മുതൽ മലമാസത്തിൻ്റെ ഭഗവാൻ സ്വയം അദ്ദേഹം തന്നെ ആയിരിക്കുന്നത്, സ്വയം പുരുഷോത്തമനായിരിക്കുന്നത്. മറ്റേത് ഭഗവാന്റെ വിസ്തരണങ്ങളാണ് ഈ 12 മാസത്തിൻ്റെയും കൺട്രോൾ. ദാമോദരൻ വെച്ച് ബാക്കിയെല്ലാം ഒരു വിസ്തരണമായിട്ട് വരുന്നു. പക്ഷെ ഭഗവാൻ വിചാരിച്ച് ഈ മാസത്തിനെ ഞാൻ തന്നെ സ്വയം ഏറ്റെടുക്കാന്ന് വിചാരിച്ച് മാസത്തിൻ്റെ സങ്കടം കണ്ടിട്ട് അങ്ങനെ കരുണാനിധിയായിട്ടുള്ള ഭഗവാൻ മലമാസത്തിനെ തൻ്റെ ദിവ്യ ഗുണങ്ങളാൽ അലങ്കരിച്ചു. ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും മലമാസത്തിന് കൊടുത്തു. മാത്രമല്ല അദ്ദേഹം മലമാസത്തിന് തൻ്റെ പേര് നൽകി. എന്താണ്? പുരുഷോത്തമൻ അല്ലേ? പുരുഷന്മാരിൽ ഉത്തമനായിട്ടുള്ള ഭഗവാന്റെ പേര് കൊടുത്തു. ഇന്നു മുതൽ നീ കീർത്തിമാനാകും എന്നും അരുളി ചെയ്തു. അങ്ങനെ ഭഗവാൻ ഹരിയുടെ വരപ്രസാദം മൂലമാണ് മലമാസത്തിന് പുരുഷോത്തമ മാസം എന്ന് പേര് വരാനായിട്ട് കാരണം. അപ്പോൾ ഈ മാസത്തിൻ്റെ ഉടമ അപ്പോൾ ആരാണ്? പുരുഷോത്തമനാണ്. അത് ദാമോദര മാസത്തിൻ്റെ ദാമോദരനാണ്. പിന്നെ രാധാറാണിയാണ് ഉടമ എന്ന് പറയും. രാധാറാണിയുടെ കൺട്രോളാണ് കാർത്തിക മാസം. പക്ഷേ ഈ 3 വർഷം കൂടുമ്പോൾ വരുമ്പോൾ ഈ മാസത്തിൻ്റെ അധിപതി ഗോലോകത്തിലെ പുരുഷോത്തമനാണ്. അപ്പോൾ ഈ മാസം വിഷ്ണുവിൻ്റെ നാമം ജപിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയും. പിന്നെ ഈ കഥ ഒന്നും കൂടെ ഭഗവാൻ കൃഷ്ണൻ തന്നെ ദ്വാപരയുഗത്തിൽ പാണ്ഡവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇതേ കഥ. അത് ഇവിടെ നാരദ പുരാണം 31-ാം അധ്യായത്തിലാണ് ഈ കഥ പറഞ്ഞിട്ടുള്ളത്. നാരദ പുരാണമാണ് കേട്ടോ. ഒരിക്കൽ നൈമിഷാരണ്യത്തിൽ 88,000 ഋഷിമാർ, അതിൻ്റെ ഹെഡായിരുന്നു ശൗനക ഋഷി, അവർ എല്ലാവരും കൂടെ സമ്മേളിച്ചിട്ട് സൂതഗോസ്വാമിയോട് പല കാര്യങ്ങളും ചർച്ച ചെയ്തു. അപ്പോൾ സൂതഗോസ്വാമി പല കാര്യങ്ങളും അവർ ചോദിച്ചു. അപ്പോൾ സൂതഗോസ്വാമി പറഞ്ഞു, അങ്ങനെ ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന സമയത്ത് സൂതഗോസ്വാമി ഇങ്ങനെ ഒരു സ്റ്റോറി പറയണം. ഒരിക്കൽ ശ്രീ നാരദൻ ബദരികാശ്രമത്തിൽ പോയിട്ട്, നരനാരായണ ഋഷികൾ തപസ് ചെയ്യുന്നത് ബദരികാശ്രമത്തിലാണ്. അപ്പോൾ ബദരികാശ്രമത്തിൽ പോയിട്ട് നാരായണ ഋഷിയെ കാണാനായിട്ട് ചെന്നു. ഭഗവാൻ അവിടെ വെച്ച് കാണുകയും ചെയ്തു. അപ്പോൾ അതിവിനീതനായിക്കൊണ്ട് നാരദ മഹർഷി ചോദിച്ചു, അല്ലയോ ഭഗവാനെ, എല്ലാ ജീവജാലങ്ങളും ഇന്ദ്രിയ സംതൃപ്തിയിൽ മുഴുകി കഴിയാണ്. അവരെല്ലാവരും ജീവിതത്തിൻ്റെ പരമലക്ഷ്യം മറന്നു പോയിരിക്കുന്നു.
അപ്പോൾ അതിനാൽ നമ്മൾ ഗൃഹസ്ഥന്മാർക്കായിക്കോട്ടെ ഞങ്ങളെപ്പോലുള്ളവർക്കോ അതുപോലെ ജ്ഞാനികൾക്കോ ഉപകാരപ്രദമായ ഈശ്വരനിൽ തിരിച്ചെത്താൻ സഹായിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം വിശദീകരിച്ച് തരൂ എന്ന് പറയാണ്. എല്ലാവർക്കും ഈ ഭൗതികമായിട്ടുള്ള ആസക്തി വർദ്ധിച്ചു, പക്ഷെ ഭഗവാന്റെ ലോകത്തേക്ക് തിരിച്ചു പോകണ്ടേ. അപ്പോൾ അതിനുള്ള ഒരു വഴി, ഒരു മാർഗം വിശദീകരിച്ച് തരാമോ എന്ന് ആരോട് ചോദിക്കുന്നത്? നാരായണ ഋഷിയോടാണ് ചോദിക്കുന്നത്. അപ്പോൾ നാരദ മഹർഷിയുടെ ചോദ്യം കേട്ടപ്പോൾ ഭഗവാൻ അതീവ സന്തുഷ്ടനായി. അപ്പോൾ വനവാസത്തിലായിരുന്ന പാണ്ഡവർക്ക് ശ്രീകൃഷ്ണൻ പറഞ്ഞ ഒരു കഥ നാരായണ ഋഷി നാരദന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കഥ പറഞ്ഞു കൊടുക്കുന്നത് നാരദ മഹർഷിക്ക് നാരായണ ഋഷിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഏത് കഥയാന്ന് വെച്ച് കഴിഞ്ഞാൽ പാണ്ഡവർ വനവാസത്തിലിരിക്കുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവർക്ക് പറഞ്ഞു കൊടുത്ത കഥയാണ് പറയണത്. കാരണം നമ്മുടെ തൻ്റെ സഹോദരന്മാരോടുള്ള കപട പെരുമാറ്റത്തിലെ ഭഗവാൻ ദുര്യോധനോട് വളരെ കോപിച്ചു. അവരെ ദഹിപ്പിക്കാൻ പോലും അദ്ദേഹം തയ്യാറായി എന്ന് പറയുന്നത്. പാണ്ഡവരും ദ്രൗപദിയൊക്കെ ചേർന്നിട്ട് ഭഗവാനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ഈ ഒരു കഥ പറയാണ് എല്ലാവർക്കും, അവർക്ക് രക്ഷപ്പെടാനും സന്തോഷമായിട്ട് ജീവിക്കാനും വേണ്ടിയിട്ട്. ഈ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കഥ തന്നെയാണ് പറയണത്. പക്ഷെ അത് നാരദ പുരാണത്തിൽ പറഞ്ഞ ശ്രീകൃഷ്ണൻ പറഞ്ഞ കഥ വേറൊരു രീതി, ചെറിയൊരു വ്യത്യാസം, ചെറുതായിട്ടൊരു വ്യത്യാസം വരുന്നുള്ളൂ. ഓരോ 32 മാസത്തിലും പുരുഷോത്തമ മാസം പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞു. ലോകം മുഴുവൻ അവളെ മലമാസം എന്ന് പറഞ്ഞു. ആരും അവളെ ബഹുമാനിച്ചില്ല അല്ലേ, എല്ലാവരും അവളെ ആട്ടി ഓടിച്ചു എന്നാണ് പറയണത്. ഈ മാസം ഒരു അധികപ്പറ്റാണെന്ന് പറഞ്ഞിട്ട് ബ്രാഹ്മണരും ദേവന്മാരും ഒക്കെ ആരാധനയ്ക്കായിട്ട് അവളെ അശുഭകരമാണ് അല്ലേ, നമ്മൾ പറയില്ല ഒരു അപശകുനം, അങ്ങനെയൊക്കെ പറയണ പോലെ ഈ മലമാസത്തിന് എല്ലാവരും കാണാൻ തുടങ്ങി. അപ്പോൾ നിരാശയോടെ വൈകുണ്ഠപതിയായിട്ടുള്ള വിഷ്ണുവിനെ കാണാനായിട്ട് ഈ മലമാസം പോവാണ്. വേദനയോടെ അവൾ കരയാണ്. മഹാവിഷ്ണുവിനെ സമീപിച്ചിട്ട് വേദനയോടെ കരയാൻ തുടങ്ങി. വൈകുണ്ഠപതിയിൽ എടുത്താണ് ആദ്യം പോണത് മലമാസം. എന്നിട്ട് വേദനയോടെ കരഞ്ഞിട്ട് തൻ്റെ ദുരവസ്ഥയെ കുറിച്ചിട്ടൊക്കെ ഭഗവാനോട് പറഞ്ഞു. ഒന്നിനും പറ്റിയില്ല, എന്നെ കൊല്ലാനായിട്ട് അപേക്ഷിച്ചു, എന്നെ എങ്ങനെ വിഷമിപ്പിക്കരുത്, എന്നെ ആരും പരിഗണിക്കാതെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ നല്ല എന്നെ കൊല്ലുകയാണ് ഭഗവാനെ എന്ന് പറയും. എന്നിട്ട് അവൻ്റെ പാദപത്മങ്ങൾ, അതായത് വിഷ്ണുവിൻ്റെ പാദപത്മങ്ങളിൽ എങ്ങനെ കരഞ്ഞ് കരഞ്ഞ് തളർന്ന് മയങ്ങി വീണു. ആരാണ്? നമ്മുടെ മലമാസം. അപ്പോൾ ഭഗവാൻ ശ്രീഹരിക്ക് അവളോട് വളരെ കരുണ തോന്നി. അപ്പോൾ ഉടൻ തന്നെ ഗരുഡനോട് പറഞ്ഞു ഇവളെ ആരാധിക്കാനായിട്ട് ഭഗവാൻ ഗരുഡനെ വിളിച്ച് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മലമാസത്തിന് ബോധം വന്നു. അങ്ങനെ മയങ്ങി വീണല്ലോ. ബോധം വന്നപ്പോൾ മഹാവിഷ്ണു അവളുടെ മോചനത്തെക്കുറിച്ച് ഉറപ്പ് നൽകുകയാണ്. നീ വിഷമിക്കേണ്ട, നിന്റെ മോചനം ഉറപ്പായിട്ടുണ്ടാവും, നമുക്കൊരു സ്ഥലം വരെ പോകണം എന്ന് പറഞ്ഞിട്ട് ഈ വിഷ്ണു നമ്മുടെ ഈ മലമാസത്തിനെയും കൊണ്ട് കൃഷ്ണൻ്റെ വാസസ്ഥലമായിട്ടുള്ള ഗോലോക വൃന്ദാവനത്തിലേക്ക് തന്നോടൊപ്പം കൊണ്ടുപോയി. അപ്പോൾ വിഷ്ണുവും മലമാസവും കൂടി ഗോലോക വൃന്ദാവനത്തിലേക്ക് പോവാണ്. ഈ ഒരു പാട്ടാണ് നമ്മൾ മുമ്പ് ഇതിൽ പറയാതിരുന്നത്. അത് കൃഷ്ണ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന കഥയിലാണ് ഈ ഗോലോകത്ത് പോണത് പറയുന്നത്. അങ്ങനെ അവളുടെ കൈ പിടിച്ചിട്ട് അവളെ തൻ്റെ പിന്നിൽ നിർത്തിക്കൊണ്ട് പരമേശ്വരൻ അല്ലേ, അവൻ പരമേശ്വരൻ്റെ വസതിയായിട്ടുള്ള പരമമായ ഈശ്വരൻ അല്ലേ, അദ്ദേഹത്തിൻ്റെ വസതിയായിട്ടുള്ള ഗോലോക വൃന്ദാവനത്തിലേക്ക് വിഷ്ണു കയറുകയാണ്. അങ്ങനെ അവളെ വിഷ്ണു കൃഷ്ണൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ അവൾ കൃഷ്ണൻ്റെ താമര പോലെയുള്ള പാദങ്ങളിൽ വീണ് ദയനീയമായിട്ട് കരയാൻ തുടങ്ങി മലമാസം. അപ്പോൾ അവളുടെ നിലവിളി കേട്ടപ്പോൾ ഭഗവാൻ കൃഷ്ണൻ വിഷ്ണുവിനോട് ചോദിക്കുകയാണ്, എന്താണ് അവളിങ്ങനെ കരയുന്നത്? അപ്പോൾ അവളെ സംരക്ഷിക്കാനായിട്ട് അപ്പോൾ വിഷ്ണു അവളെ ദയവായി സംരക്ഷിക്കണമെന്ന് ഗോലോകത്തിലെ കൃഷ്ണനോട് അപേക്ഷിക്കുകയാണ്. ഭഗവാൻ കൃഷ്ണൻ അപ്പോൾ ഇങ്ങനെ പറയാണ്. ഭഗവാൻ കൃഷ്ണനും വളരെയധികം കരുണ തോന്നിയിട്ട് പറയാണ്, ഗുണം, പ്രശസ്തി, ഐശ്വര്യം, സാക്ഷാത്കാരം, വിജയം, പിന്നെ ഭക്തർക്ക് അനുഗ്രഹം നൽകൽ എന്നിവയിൽ എന്നെ പോലെ തന്നെ ഈ പാവപ്പെട്ട അധിക മാസത്തെ ഞാൻ ആക്കാൻ പോവാണ്, അതിനുള്ള അധികാരം ഞാൻ ഈ അധിക മാസത്തിന് കൊടുക്കാൻ പോവാണെന്ന് ഗോലോകത്തിലെ കൃഷ്ണൻ പറയാണ്. ഈ മാസം എനിക്ക് തുല്യ ശക്തി ഉള്ളതായിരിക്കും എന്ന് പറഞ്ഞു. ദുരുപയോഗം ചെയ്യപ്പെട്ട ഈ മാസത്തിൽ ഞാൻ എല്ലാ ദൈവിക ഗുണങ്ങളും നൽകുകയാണ്. അപ്പോൾ ഈ മാസത്തിന് ദുരുപയോഗം ചെയ്തു ആൾക്കാർ. കാരണം എന്താ വെച്ചാൽ അതിന് അധികപ്പറ്റായിട്ട് കണ്ട ഒരു വിലയും വയ്ക്കാണ്ടായപ്പോൾ ഈ മാസത്തിന് ഭഗവാൻ തന്നെ അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഭഗവാന്റെ എല്ലാ ഐശ്വര്യങ്ങളും കൊടുത്തു. എൻ്റെ പേരിൽ തന്നെ ഇവൾക്ക് നാമം കൊടുക്കാൻ പോവാണ് പറഞ്ഞിട്ട് ഈ ഇഹലോകത്ത് ഈ മാസത്തിന് പുരുഷോത്തമ മാസം എന്നായിട്ട് പ്രസിദ്ധമാവുമെന്ന് ഗോലോകത്തിലെ ഭഗവാൻ പറയുകയാണ്. എന്നിട്ട് വിഷ്ണുവിനോട് പറയണം, അല്ലയോ ജനാർദ്ദന എന്ന് പറഞ്ഞിട്ട് ഗോലോകത്തിലെ കൃഷ്ണൻ വിഷ്ണുവിനോട് പറയാണ്, ഇപ്പോൾ അവൾ എൻ്റെ ഗുണങ്ങൾ ഉൾക്കൊണ്ടു. ഇനി ഇത് ഉൾക്കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പുരുഷോത്തമാസൻ്റെ ഭർത്താവും സംരക്ഷകനും ഞാൻ തന്നെയാകും എന്ന് കൃഷ്ണ ഭഗവാൻ പറയണം. ആരോട്? വിഷ്ണുവിനോട് പറയണം. വിഷ്ണു, അല്ലയോ വിഷ്ണു അല്ലേ, ജനാർദ്ദന എന്ന് വിളിക്കണേ, ജനാർദ്ദന എന്നാണ് വിഷ്ണുവിനെ വിളിക്കണേ കൃഷ്ണൻ. എന്നിട്ട് എന്താ പറയണേ, ഇവൾക്ക് എൻ്റെ ഗുണങ്ങളെല്ലാം ഇവൾ ആർജിച്ചു കഴിഞ്ഞാൽ ഇവളുടെ ഭർത്താവ് ഞാനാണ്, ഇവളുടെ സംരക്ഷകനും ഞാനായിട്ട് മാറും.
എനിക്ക് തുല്യം തന്നെയുള്ളായി മാറും. അതുകൊണ്ട് എനിക്ക് തുല്യമായതിനാൽ ഈ മാസം മറ്റെല്ലാ മാസങ്ങളുടെയും അധിപൻ ആയിരിക്കും ഈ മാസം. കാരണം ഗോലോക കൃഷ്ണനാണ് എല്ലാ വിഷ്ണു വിസ്തരണങ്ങളുടെയും സുപ്രീം ഗോലോക കൃഷ്ണൻ ആയതുകൊണ്ട് ഈ ഗോലോക കൃഷ്ണൻ നേരിട്ട് ഈ മാസത്തിനെ ഏറ്റെടുത്ത കാരണം എല്ലാ മാസത്തിലും വെച്ചിട്ട് സുപ്രീം ആയിരിക്കും ഈ പുരുഷോത്തമ മാസം എന്ന് കൃഷ്ണ ഭഗവാൻ പറയുകയാണ്. ഇപ്പോൾ ഈ മാസം എല്ലാവർക്കും ആരാധനാ യോഗ്യമാവും. എല്ലാവരും അവളെ വണങ്ങണം എന്ന് പറയാണ്. എല്ലാവരും അവളെ ആരാധിക്കണമെന്ന് കൃഷ്ണ ഭഗവാൻ പറഞ്ഞു. ഈ മാസം ഇനിയിപ്പോൾ ഈ മാസം അതിൻ്റെ നിരീക്ഷകൻ പറഞ്ഞാൽ ഈ വ്രതം നോൽക്കുന്നവന് ഏത് തരത്തിലുള്ള അനുഗ്രഹവും നൽകാൻ എന്നെപ്പോലെ തന്നെ ശക്തമാണ് ഈ മാസത്തിന് അതിനുള്ള അനുമതി കൃഷ്ണ ഭഗവാൻ കൊടുക്കുകയാണ്. ഇനി മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ചില ആഗ്രഹങ്ങൾ നിറഞ്ഞ ഈ മാസത്തിനെ ആഗ്രഹരഹിതമാക്കി മാറ്റുകയാണ്. അതായത് ഭൗതികമായിട്ടുള്ള ഒരു ആഗ്രഹവും ഇല്ലാത്ത മാസമാക്കിയിട്ട് പുരുഷോത്തമ മാസത്തിനെ ഭഗവാൻ മാറ്റി. അപ്പോൾ ഈ മാസത്തിനെ ആരാധിക്കുന്നവർക്ക് ഉണ്ടാവുന്ന സുഖം എന്താ വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഭൂതകാലത്തെ കഴിഞ്ഞ ജന്മത്തിലെ പാപ പ്രതികരണങ്ങളെല്ലാം തന്നെ ഇല്ലാണ്ടാവും ഭൗതിക മണ്ഡലത്തിൽ. പിന്നെ അത് മാത്രമല്ല, പാപം പോകാൻ മാത്രമല്ല, ഭൗതിക ലോകത്ത് ആനന്ദമായിട്ട് ഇവർക്ക് ജീവിക്കാനും സാധിക്കും. ഭൗതിക ജീവിതം ആസ്വദിക്കാൻ ഈ വ്രതം എടുക്കുന്നവർക്ക് സാധിക്കും. ഇതൊരു പ്രത്യേകതയാണ് ഈ വ്രതത്തിൻ്റെ. മാത്രമല്ല ഇത് ആസ്വദിച്ചിട്ട് ഇവിടെ തന്നെ കിടക്കില്ല, ആസ്വദിച്ച ശേഷം ദൈവ സാമ്രാജ്യത്തിലേക്ക് പോവുകയും ചെയ്യും. ഗോലോക വൃന്ദാവനത്തിലേക്ക് തന്നെ പോകുന്നതാണ് ഇതിൽ പറയുന്നത്. ഭഗവാന്റെ ഒരു അറിയിപ്പാണ് ഈ പുരുഷോത്തമ മാസത്തെ കുറിച്ചിട്ട്. ഇനി ഇതാണ് നമ്മുടെ സ്റ്റോറി. എങ്ങനെയാണ് ഈ മാസത്തിന് പുരുഷോത്തമ മാസം എന്ന് പേര് വന്നത്, ഇതിനെങ്ങനെയാണ് ഈ യശസ് വന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ മാസത്തിൻ്റെ യശസ് എന്ന് ഓരോ ഭക്തന്മാരും പറയുന്നുണ്ട്. അത് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. ഈ യശസ്സിനെ കുറിച്ച് പറയണത് പത്മപുരാണത്തിലും സ്കന്ദപുരാണത്തിലുമാണ് പറയണത്. അപ്പോൾ ആദ്യം തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ പറയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കരുണയും ഈ മാസത്തിന് കൊടുത്തിരിക്കുകയാണ് ഭഗവാൻ പുരുഷോത്തമൻ. അതുകൊണ്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ ഏറ്റവും നല്ല മാസം ഈ പുരുഷോത്തമ മാസമാണ്. പുരുഷോത്തമ മാസത്തിൽ കൃഷ്ണഭക്തി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കൃഷ്ണന്റെ മാത്രം മാസമാണ് പുരുഷോത്തമ മാസം. അതാണ് ഒറ്റ പ്രവൃത്തി ഭക്തന്മാരെ കൃഷ്ണഭക്തിയാണ്. അത് ഒരു യശസ്സാണ്. ഇനി രണ്ടാമത്തെ കാര്യം പറയണത് എല്ലാ മാസങ്ങളിലും വെച്ചിട്ട് ഭഗവാന് കൃഷ്ണന് ഏറ്റവും ഇഷ്ടം പുരുഷോത്തമ മാസമാണ്. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, വേദങ്ങളിലും എല്ലാ ലോകത്തും ഞാൻ പുരുഷോത്തമൻ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെ? ജഗത്തിന്റെ നാഥൻ, അതായത് ജഗന്നാഥൻ എന്ന് ഭഗവാൻ അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുരീധാമുണ്ടല്ലോ, പുരീധാമിന് ജഗന്നാഥനാണല്ലോ പ്രതിഷ്ഠ. അതുകൊണ്ട് പുരീധാമം പുരുഷോത്തമ ധാമം എന്ന് അറിയപ്പെടുന്നുണ്ട്. കാരണം പുരുഷോത്തമൻ ജഗന്നാഥൻ എന്നാണ് അർത്ഥം. പിന്നെ എല്ലാ വിസ്തരണങ്ങളിലും വെച്ച് കൃഷ്ണൻ ഉയർന്നതായതുപോലെ എല്ലാ മാസങ്ങളിലും വെച്ചിട്ട് പുരുഷോത്തമ മാസം ഉയർന്ന മാസമാണ്. അതിൻ്റെ യശസ്സാണ് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ ഒരു യശസ് പറയണത് ഭഗവാൻ കൃഷ്ണൻ പ്രഖ്യാപിക്കുകയാണ്. എന്താ പ്രഖ്യാപിച്ചത്? പുരുഷോത്തമ മാസത്തിനെ ശരിയായി ആചരിക്കുന്ന വ്യക്തിയെ അനുഗ്രഹിക്കാനുള്ള ശക്തി പുരുഷോത്തമ മാസത്തിന് ഉണ്ടായിരിക്കുന്നതാണ് എന്ന് അനുഗ്രഹിച്ചു. ആരാണോ പുരുഷോത്തമ മാസത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നത് അവൻ്റെ എല്ലാ പഴയ പാപകർമ്മങ്ങളുടെ പ്രതികരണങ്ങളും നശിച്ചു പോകും. പിന്നെ പുരുഷോത്തമ മാസത്തിലെ വ്രതം അനുഷ്ഠിക്കാത്ത വ്യക്തികൾക്ക് എന്താ സംഭവിക്കുക? ഈ വ്രതം അനുഷ്ഠിച്ചില്ലെങ്കിൽ ദോഷം വരുന്നതാണ്. ശുദ്ധ ഭക്തിയുത സേവനം നടത്താൻ കഴിയാതെ വരുന്ന ഈ പുരുഷോത്തമ മാസത്തിലെ വ്രതം അനുഷ്ഠിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ശുദ്ധ ഭക്തിയുടെ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഭക്തന്മാർക്ക് വളരെ പ്രധാനപ്പെട്ട മാസമാണ് പുരുഷോത്തമ മാസം. എല്ലാ തപസ്സുകളെക്കാളും ഉന്നതമാണ് പുരുഷോത്തമ മാസത്തിലെ വ്രതം എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ജന്മം തന്നെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ജന്മം തന്നെ പുരുഷോത്തമ വ്രതം ആചരിക്കുന്ന ഒരു വ്യക്തിക്ക് ഗോലോക പ്രാപ്തി ഉണ്ടാകും. അത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ്. എന്താണെന്ന് വെച്ചാൽ പുരുഷോത്തമ മാസത്തിലെ ഈ ഒരു മാസത്തിലെ വ്രതം നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ജന്മം തന്നെ നമ്മൾ ഗോലോകത്ത് പോകും. അത് ഭഗവാൻ ഗ്യാരണ്ടി പറഞ്ഞിരിക്കുക. അത് ഇതിൻ്റെ ഒരു യശസ്സാണ്. ഇനി നാലാമത് ദുർവാസാവ് മഹർഷി പറയുകയാണ്. എന്താ പറയണത് നോക്കാം. പുരുഷോത്തമ മാസത്തിലെ ഒരു പുണ്യനദിയിൽ കുളിച്ചാൽ മാത്രം മതി ഒരാൾ പാപത്തിൽ നിന്ന് രക്ഷപ്പെടും, പാപവിമുക്തനാവും. മറ്റു മാസങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പുരുഷോത്തമ മാസത്തിന്റെ 16ൽ 1 ഗുണങ്ങളേ ഉള്ളൂ എന്ന്. 16 ഗുണം പുരുഷോത്തമൻ ഉണ്ടെങ്കിൽ ഒരു ഗുണമാണ് മറ്റു മാസങ്ങൾക്കുള്ളൂ. അതാണ് 16ൽ 1 ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി പുരുഷോത്തമ മാസത്തിൽ പുണ്യസ്ഥലത്ത് കുളിച്ചിട്ട് ദാനം ചെയ്ത് കൃഷ്ണനാമം ജപിക്കുന്ന എല്ലാവരുടെയും ദുഃഖം മാറി അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് ആധ്യാത്മികത മാത്രമല്ല എല്ലാ ആഗ്രഹങ്ങളും നടക്കും. ഇനി അടുത്തത് വാൽമീകി മഹർഷി പറയുന്ന ഒരു കാര്യമാണ്. പുരുഷോത്തമ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് 100 അശ്വമേധ യാഗം നടത്തിയ ഫലം ലഭിക്കും എന്നാണ് ഇവിടെ പറയുന്നത്.
ആരെങ്കിലും വിശ്വാസത്തോടെ പുരുഷോത്തമ മാസത്തിലെ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ ഗോലോകത്തിലേക്ക് പോകും. ഇത് പറഞ്ഞത് വാൽമീകി മഹർഷിയാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം, ഗോലോകത്തിലേക്ക് പോണ കാര്യം. എന്താണ്? 100 അശ്വമേധ യാഗത്തിൻ്റെ ഫലം ലഭിക്കും. വിശ്വാസത്തോടെ, ഈ വ്രതത്തിനെ വിശ്വാസത്തോടെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഗോലോകത്തിലേക്ക് പോകും, ഉറപ്പാണ്. ഇനി അടുത്തത് നാരദ മഹർഷി പറയുന്നുണ്ട്, എല്ലാ മാസങ്ങളിലും വെച്ചിട്ട് വ്രതങ്ങൾ അനുഷ്ഠിക്കാൻ പറ്റിയ വിശേഷ മാസം പുരുഷോത്തമ മാസമാണ്. ഇനി അടുത്തത് പുരുഷോത്തമ മാസത്തിന്റെ കീർത്തി. നമ്മളിപ്പോൾ ആ കീർത്തിയാണ് യശസ്, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കീർത്തി കേൾക്കുകയോ പറയുകയോ ചെയ്യുന്നവർക്ക് എല്ലാ പാപങ്ങളും പോയി പെട്ടെന്ന് കൃഷ്ണഭക്തി ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല അവർക്ക് അനന്തമായ സുകൃതി ലഭിക്കും. ആർക്ക്? പറയുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക്. കൂടാതെ ഗോലോകത്തിലേക്ക് പ്രവേശിക്കും. അതിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി 7ാമത് ഒന്ന് പറയണത് നൈമിഷാരണ്യത്തിലെ ഋഷിമാരാണ് അത് പറയണത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കരുണാർദ്രമായ പുരുഷോത്തമ മാസം ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ മുഴുവൻ നിറവേറ്റുന്ന കൽപ്പവൃക്ഷം പോലെയാണ് പ്രവർത്തിക്കുന്നത്. എന്താഗ്രഹിച്ചാലും ഭക്തന്മാർ ആഗ്രഹിച്ചാൽ നടക്കുന്ന ആണ് ഇതിൽ പറയുന്നത്. ഭൗതിക ആഗ്രഹം പോലും നടക്കുന്ന പറയുന്നത്. പിന്നെ ഈ പുരുഷോത്തമ മാസം വ്രതം ആരൊക്കെ എടുക്കണമെന്ന് വെച്ചാൽ ജഗത്തിലെ എല്ലാ ഭക്തരും എടുക്കുന്നുണ്ട്. മഹർഷിമാര്, ഉന്നത മഹർഷിമാര്, ദേവന്മാരെടുക്കുന്നുണ്ട്. എന്തിന്? ലക്ഷ്മി ദേവി പോലും പുരുഷോത്തമ മാസത്തിലെ വ്രതം അനുഷ്ഠിക്കുന്നു. അപ്പൊ ആരാണോ ആത്മാർത്ഥമായി പുരുഷോത്തമ മാസത്തില് രാധാകൃഷ്ണന്മാരെ ആരാധിക്കുന്നത്, അതുകൊണ്ട് പ്രത്യേകത. നമ്മൾ ദാമോദര മാസത്തിൽ ദാമോദരനെയാണ് ആരാധിക്കുക. ഓരോ മാസത്തിന് ഓരോ ദേവതയുണ്ട്. പക്ഷെ ഇവിടെ പുരുഷോത്തമ മാസത്തിൽ നമ്മൾ രാധാകൃഷ്ണന്മാരെയാണ് ആരാധിക്കേണ്ടത്. അത് വ്യക്തമായിട്ട് ഓർമ്മ വേണം. അങ്ങനെ രാധയും കൃഷ്ണനെയും ഈ മാസത്തിൽ ആരാധിക്കുന്നവർക്ക് എല്ലാം ലഭിക്കുന്നു എന്നാ പറയുന്നത്. എല്ലാ പുണ്യങ്ങളും കുമിഞ്ഞുകൂടുന്നു എന്നാ പറയണത്. അവൻ്റെ എല്ലാ അപരാധങ്ങളും കൃഷ്ണ ഭഗവാൻ പൊറുക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ അറിഞ്ഞു അറിയാതെയൊക്കെ കുറേ അപരാധം ചെയ്തിട്ടുണ്ട് അല്ലേ? വൈഷ്ണവർക്ക് അപരാധം ചെയ്തിട്ടുണ്ടാവും, സാധാരണ ജീവജാലങ്ങൾക്ക് പറയാൻ പാടില്ലാത്ത, ചെയ്യാൻ പാടില്ലാത്തൊക്കെ അറിഞ്ഞും അറിയാതെ ഒരുപാട് അപരാധങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ പുരുഷോത്തമ മാസം വ്രതം എടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ ഹരി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, കൃഷ്ണ ഭഗവാൻ നമ്മുടെ ആ എല്ലാ അപരാധങ്ങളും ഈ മാസം പൊറുക്കുന്ന പറയണം ഭഗവാൻ. അപ്പോൾ അപരാധം ചെയ്യുന്നവരെ പൊറുക്കാൻ ഭഗവാൻ ശ്രീഹരി ഈ മാസം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് സാധാരണ ഒരു വ്രതമല്ല നമുക്ക് വരുന്നത് അല്ലേ? പുരുഷോത്തമ മാസം ആചരിക്കാൻ ഒരുവന്റെ എല്ലാ ചീത്തകർമ്മങ്ങളുടെയും പ്രതികരണങ്ങളെ കളഞ്ഞ് ശ്രീ രാധാകൃഷ്ണന്മാരുടെ നേരിട്ടുള്ള സേവനം അവർക്ക് ലഭിക്കുന്നു. അപ്പോൾ അടുത്ത പോയിന്റ് എന്താ പറയുക? പുരുഷോത്തമ മാസം ആത്മാർത്ഥമായിട്ട് ആചരിക്കുന്ന ഒരു വ്യക്തിയുടെ എല്ലാ ചീത്തകർമ്മങ്ങളും ഒഴിഞ്ഞു പോയിട്ട് ശ്രീ രാധാകൃഷ്ണന്മാരുടെ നേരിട്ടുള്ള സേവനം ലഭിക്കും. എപ്പോഴാണ് ലഭിക്കുക? ഗോലോകത്തിൽ നേരിട്ടുള്ള സേവനം ഗോലോകത്തിലാണ് നമുക്ക് കിട്ടുക, അത് ലഭിക്കും അല്ലേ? ഇനി 8ാമത്തെ ഒരു കാര്യം പറയുന്നത് പുരുഷോത്തമ മാസത്തിന്റെ യശസ് ശ്രീല രാമാനുജ ആചാര്യരാണ് പറഞ്ഞത്. അത് പറഞ്ഞത് ഭക്തിവിനോദ് ഠാക്കൂർ അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാണ്. രാമാനുജാചാര്യരാണ് അത് എഴുതിയത്. എന്നിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് ഭക്തിവിനോദ് ഠാക്കൂറാണ്. അദ്ദേഹം എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറേ വ്രതങ്ങളൊക്കെ എടുക്കാറുണ്ട്. കാർത്തിക മാസം എടുക്കാറുണ്ട് ഇല്ലേ? പിന്നെ മാഘമാസ വ്രതം എടുക്കാറുണ്ട്. പിന്നെ വൈശാഖ മാസം, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് എടുക്കുന്ന ആളുകളാണ് അല്ലേ? അപ്പോൾ ഈ 3 മാസത്തിനേക്കാളും ഇങ്ങനെയുള്ള പുണ്യമാസത്തേക്കാളും, ഇപ്പൊ ഈ പറഞ്ഞ പുണ്യമാസത്തേക്കാൾ ഏറ്റവും ഉയർന്നതാണ് പുരുഷോത്തമ മാസം. നമ്മൾ കാർത്തിക മാസത്തേക്കാൾ ഉയർന്ന ഒരു സംഭവം നമുക്കറിയില്ല. പക്ഷേ പുരുഷോത്തമ മാസം അങ്ങനെയാണെന്നാ പറയുന്നത്. അത് പറഞ്ഞത് ആരാണ്? ഭക്തിവിനോദ് ഠാക്കൂർ. ഭക്തിവിനോദ് ഠാക്കൂർ ആരാണ്? ഭക്തി സിദ്ധാർത്ഥ സരസ്വതിയുടെ അച്ഛനാണ്. നമ്മുടെ ഗുരുപരമ്പര നമുക്കറിയാം. അദ്ദേഹം എവിടെന്നാ പറഞ്ഞു വെച്ചാൽ രാമാനുജാചാര്യർ എഴുതിയിൽ നിന്നുള്ളതാണ്, ഗ്രന്ഥത്തിൽ നിന്നാണ് പറയണത്. പറഞ്ഞതെന്ന് വെച്ചാൽ കാർത്തിക മാസം, പിന്നെ മാഘമാസം, വൈശാഖ മാസം, ഈ 3 വ്രതത്തേക്കാളും ഉയർന്ന വ്രതമാണ് പുരുഷോത്തമ മാസം. അപ്പൊ ഈ വ്രതം അനുഷ്ഠിക്കുന്നവരുടെ എല്ലാ അപരാധങ്ങളും പൊറുക്കപ്പെട്ട് ഭൗതിക സുഖങ്ങളും അവർക്ക് ലഭിക്കും. അപ്പൊ ഭൗതികമായിട്ട് ഒരുപാട് നമുക്ക് പല വിധത്തിലുള്ള കഷ്ടപ്പെടുന്നവരുണ്ടാവും. ആരോഗ്യമില്ലാതെ, സമ്പത്തിന്റെ പ്രശ്നങ്ങൾ, അല്ലെ മുൻജന്മ പാപകർമ്മങ്ങൾ കാരണം പല പ്രശ്നങ്ങളും നേരിടുന്ന വ്യക്തികൾക്ക് എന്താണ് ഭൗതിക സുഖങ്ങൾ ലഭിക്കുന്നതാണ് പറയണത്. അതൊരു ശരിക്കും ഒരു ഇരട്ടി മധുരം പോലെ അല്ലേ? ഭൗതിക സുഖങ്ങളും പിന്നെ എന്തൊക്കെയാ ഭൗതിക സുഖങ്ങൾ? സമ്പത്ത്, മക്കള് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ, ഇതെല്ലാം ലഭിക്കും. കൂടാതെ ഈ ജന്മം തന്നെ ഉയർന്ന ആധ്യാത്മിക ലോകമായ ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകും. ഇതാണ് ആവർത്തിച്ചിരിക്കുന്നത്. വേറൊരു ഏത് മാസത്തിലും ഇത് ആവർത്തിച്ചിട്ടില്ല ഈ ഗോലോക വൃന്ദാവനം. ഇവര് ഭൗതിക സുഖം തരുന്ന മാത്രമല്ല പറയണത് അല്ലേ, ഉയർന്ന ലോകമായ ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകുന്നാണ് പറയണത്. അപ്പോൾ മുമ്പത്തെ യുഗത്തില് പിന്നെ കൗണ്ഡല്യമുനി ഈ ഒരു മന്ത്രം ഈ പുരുഷോത്തമ മാസത്തിൽ ജപിക്കാറുണ്ട്. കൗണ്ഡല്യമുനി എന്നാണ് പേര്. മുന്നിലുള്ള യുഗങ്ങളിലാണ് അദ്ദേഹം പുരുഷോത്തമ വ്രതം ആചരിച്ചിരുന്നത്. ആ മന്ത്രം നമുക്കിവിടെ പറഞ്ഞു തരാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോപാലം ഗോപരൂപിണം
ഗോകുലോത്സവം ഇശാനം ഗോവിന്ദം ഗോപികാപ്രിയം ഗോവർദ്ധനധർമ്മം വന്ദേ ഗോവിന്ദം ഗോപികാപ്രിയം. ഇത്രയാണുള്ള മന്ത്രം. അപ്പം ഈ മന്ത്രം പുരുഷോത്തമ മാസത്തിൽ ഭക്തിയോടെ ജപിച്ചാൽ സ്വയം പുരുഷോത്തമനെ തന്നെ നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ധ്യാനിക്കേണ്ടത് ആരെയാണ്? രാധാകൃഷ്ണന്മാരെ. എങ്ങനെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 2 കൈയുള്ള ഓടക്കുഴൽ വിളിച്ചിട്ട് പുതു കാർമേഘത്തിൻ്റെ പുതു കാർമേഘത്തിൻ്റെ വർണ്ണമുള്ള നീല ബ്ലൂയിഷ് ബ്ലാക്ക് നമ്മൾ പറയാറില്ലേ, നീല കാർമേഘ വർണ്ണം, പുതുതായി വരുന്ന കാർമേഘം, അതിലൊരു നീലം കൂടെ കലരും അങ്ങനെയുള്ള വർണ്ണത്തിലുള്ള 2 കൈയുള്ള ഓടക്കുഴൽ വിളിക്കുന്ന, പിന്നെയോ മഞ്ഞ കളറിലുള്ള ധോത്തി ധരിച്ചിട്ടുള്ള അത് മാത്രമല്ല ഒപ്പം ആരുണ്ടാവണം? രാധാറാണി സമേതനായിട്ടുള്ള ഈ രൂപം പറഞ്ഞ ഇപ്പോൾ വർണ്ണിച്ച രൂപമുണ്ടല്ലോ, ഈ രൂപത്തിൽ രാധാറാണി സമേതനായിട്ടുള്ള കൃഷ്ണനെയാണ് പുരുഷോത്തമ മാസത്തിൽ ആരാധിക്കേണ്ടത്. കാരണം ഈ മാസത്തിൻ്റെ അധിപനാരാണ്? വ്രജാധിപതിയാണ്. വ്രജത്തിൻ്റെ അധിപതി, ഗോലോകത്തിൻ്റെ അധിപതിയായിട്ടുള്ള കൃഷ്ണനാണ് പുരുഷോത്തമ മാസത്തിൻ്റെ അധിപൻ. അതുകൊണ്ട് പുരുഷോത്തമ മാസം എല്ലാ ഭക്തർക്കും പ്രിയപ്പെട്ടാണ്. ഇത് ആചരിക്കണം എന്നാണ് പറയണത്. നമുക്ക് ഇനി ആചരിക്കണം അടുത്ത 3 വർഷം കഴിയണം. അപ്പം കിട്ടിയ അവസരം നമുക്ക് ഇപ്പോൾ ജൂലൈ 18 ഇത് വന്നിരിക്കുകയാണ്. ജൂലൈ 18 മുതൽ ആഗസ്റ്റ് 16 വരെയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ആചരിക്കുക. ഈ ജൂലൈ 18 മുതൽ ആഗസ്റ്റ് 16 വരെ നമ്മുടെ ഇല കഴിക്കുന്ന ചാതുർമാസി വ്രതം പെടില്ല. നമ്മൾ ഇല കഴിക്കേണ്ട കാര്യമില്ല. ആ ഒരു വ്രതം ഇതിൽ ഉൾപ്പെടില്ല എന്ന് നമുക്കൊരു സീനിയർ ഭക്ത പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാസം നമുക്ക് ചാതുർമാസത്തിൽ പെടില്ല, എക്സ്ട്രാ മാസമാണത്. ഇത് കഴിഞ്ഞിട്ടാണ് ബാക്കി വീണ്ടും നമ്മൾ ഇല കഴിക്കാത്ത ആ വ്രതം കണ്ടിന്യൂ ചെയ്യാം. ജൂലൈ 18 മുതൽ ആ വ്രതം നമുക്ക് പ്രാബല്യത്തിൽ വരില്ല. നമുക്ക് പുരുഷോത്തമ മാസ വ്രതം മാത്രമാണ് വരിക. ഇനി നമ്മൾ എന്തൊക്കെയാണ് അനുഷ്ഠിക്കേണ്ടത്? കുറേയൊക്കെ നമ്മൾ ഹരേകൃഷ്ണ ഭക്തർ അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറയണത്. നമ്മൾ സൂര്യോദയത്തിന് മുമ്പ് ഉണർന്നിട്ട് ഉടൻ തന്നെ കുളിക്കണം എന്നാണ് പറയുന്നത്. കുറച്ച് നേരം കഴിഞ്ഞ് കുളിക്കാന്ന് വെക്കേണ്ട, നേരത്തെ തന്നെ കുളിക്കണം. അത് പുണ്യനദിയിൽ കുളിക്കണം എന്നാണ് പറയണത്. അപ്പോൾ ഗുരുമഹാരാജ് പറഞ്ഞു തന്നിട്ടുണ്ട് പുണ്യനദി ഗംഗയിൽ കുളിക്കണം എന്നാണ് പറയാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗംഗയിൽ പോയി കുളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിന് ഗംഗ 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 എന്ന് 3 പ്രാവശ്യം പറയാം. എന്നിട്ട് കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഗംഗ 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 എന്ന് പറഞ്ഞിട്ട് അതിൽ സമർപ്പിച്ചിട്ട് അപ്പോൾ അത് ഗംഗാജലമായിട്ട് മാറും. എന്നിട്ടാണ് അതിന് നമ്മൾ കുളിച്ചാൽ മതി. പിന്നെ വേറൊരു മന്ത്രം, നമുക്ക് 7 നദികളെ ആവാഹിച്ചിട്ട് നമുക്ക് കുളിക്കാം. ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന് നമ്മൾ ആ മന്ത്രം ജപിക്കുക. കുറച്ച് വെള്ളം എടുത്തിട്ട് കുളിക്കുന്ന വെള്ളത്തിൽ തന്നെ ഒഴിക്കുക. അപ്പോൾ അത് നമുക്ക് ആ 7 നദികളുടെയും സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ 7 പുണ്യ നദികളിൽ കുളിച്ച പോലുള്ള ഫലമാണ് കിട്ടുക. അപ്പോൾ ഇതാണ് പറയുന്നത്, പുണ്യനദിയിൽ കുളിക്കണം എങ്ങനെയാണ് പറയുന്നത്. പിന്നെ കൃഷ്ണപ്രസാദം മാത്രം കഴിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കൃഷ്ണന് നിവേദിക്കാത്ത പ്രസാദം ഈ മാസം, അതായത് പുരുഷോത്തമ മാസം കഴിക്കരുത്. ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് ഫ്രൂട്ട്സ് കൃഷ്ണന് സമർപ്പിച്ചിട്ടേ കഴിക്കാവൂ. നമ്മൾ വേറൊരു ഭക്ഷണമോ ബിസ്ക്കറ്റോ അങ്ങനെയൊന്നും ഈ മാസം പ്രത്യേകിച്ച് കഴിക്കേണ്ട. കൃഷ്ണൻ നിവേദിച്ച് മാത്രം കഴിക്കാം. പിന്നെ നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഹരിനാമം ജപിക്കണം, ഭക്തിയുത സേവനം ചെയ്യണം, പിന്നെ ഭക്തർക്ക് ദാനം ചെയ്യുക അപ്പോൾ അഷ്ടമിരോഹിണിയൊക്കെ വരില്ലേ, അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഭക്തർക്ക് ദാനം ചെയ്ത പോലെ തന്നെ. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് നെയ്വിളക്ക് ആരതി നമ്മൾ ചെയ്യാറില്ലേ കാർത്തിക മാസത്തിൽ, അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് നമ്മൾ രാധാകൃഷ്ണന്മാർക്ക് നെയ്വിളക്ക് കൊണ്ട് ആരതി സമർപ്പിക്കണം. അതെങ്ങനെയാണ്? പാദത്തിൽ 4 തവണ, നെഞ്ചിൽ 2 തവണ, മുഖത്ത് 3 തവണ, മൊത്തം ആപാദ ചൂടം 7 തവണ നമ്മൾ നെയ്വിളക്കിൽ തിരി വെച്ചിട്ട് അങ്ങനെ കത്തിക്കാം. ഇല്ലാണ്ട് വേറൊരു സംഭവമുണ്ട്, ഈ നമ്മൾ മറ്റേ ഉണങ്ങിയ തുളസിത്തണ്ടുണ്ടല്ലോ, തുളസിക്കമ്പ്, അതിൽ പഞ്ഞിയോ അല്ലെങ്കിൽ തുണിയോ ചുറ്റിയിട്ട് നെയ്യിൽ മുക്കിയിട്ട് അതുകൊണ്ട് നമുക്ക് ആരതി ചെയ്യാം. അത് വളരെ ശ്രേഷ്ഠമാണ് എന്നാണ് പറയണത്, ഈ തുളസിക്കമ്പ് കൊണ്ട് ചെയ്യണത്. അങ്ങനെ ആരതി ചെയ്യും. ഈ ആരതി ചെയ്യുമ്പോൾ നമ്മൾ ചൊല്ലുന്ന ഒരു കീർത്തനുണ്ട്, ചൗരാഷ്ടകം. അത് ഞാൻ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് തരാം. ചൗരാഷ്ടകം എന്നാണ്, നമ്മൾ യൂട്യൂബിലൊക്കെ ചൗരാഷ്ടകം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരും. അത് അതിൻ്റെ ഫസ്റ്റ് വരി പറയാം. വ്രജേ പ്രസീദം നവനീത ചൗരം, അതാണ് തുടങ്ങണം. ഈ വരിയാണ് തുടങ്ങുന്നത് ഈ ചൗരാഷ്ടകത്തിൻ്റെ. ഇനി ഈ മാസത്തിൽ നമുക്ക് 2 ഏകാദശി വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഏകാദശിയാണ് ഈ പുരുഷോത്തമ മാസത്തിൽ. അത് പരമ പത്മ എന്നാണ് ഈ ഏകാദശികളുടെ പേര്. ഇത് വളരെ ശക്തമായ ഏകാദശികളാണ്. ഇത് അനുഷ്ഠിച്ചാലും വളരെയധികം ഗുണങ്ങൾ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഗുണങ്ങളാണുള്ളത്. പിന്നെ ഈ മാസം തുളസിയല്ല ഭഗവാന് സമർപ്പിച്ചാൽ വളരെ നല്ലതാണ്. യമ നിയമങ്ങൾ നമ്മൾ അനുസരിക്കണം. ഇതിൽ കുറേയൊക്കെ നമ്മൾ ചെയ്യണതാണ് ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കണം എന്ന് പറയും.
പിന്നെ കള്ളം പറയരുത്, ഇതൊക്കെ നമ്മൾ ഭക്തർക്ക് പറയേണ്ട ആവശ്യമില്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഹരികഥ കേൾക്കണം. പിന്നെ ഒരു എക്സ്ട്രാ ഒരു കാര്യം പറഞ്ഞിട്ട്, ഇപ്പം എണ്ണ കടുകൊക്കെ ഉപേക്ഷിക്കാൻ സാധിക്കുകയാണ്. ഇത് നമ്മുടെ ഗുരുമഹാരാജ് ഇത് കമ്പലായിട്ട് ഇത് പറഞ്ഞിട്ടില്ല. എണ്ണ കടുക് ഉപേക്ഷിക്കേണ്ട കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല. നമ്മൾ സാധാരണ ഈ നിയമങ്ങൾ അനുസരിക്കുക, കൃഷ്ണപ്രസാദം മാത്രം കഴിക്കുക, 16 മാല ജപിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഭക്തിയുത സേവനം ചെയ്യുക, വൈഷ്ണവർക്ക് ദാനം ചെയ്യുക, ഇതൊക്കെയാണ് ചെയ്യാൻ പറഞ്ഞിരിക്കണം. ഇത് നമുക്ക് ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ അതിൽ കിട്ടിയ ഒരു അനുഷ്ഠാന രീതിയിലാണ് എണ്ണ കടുക് ഇതൊക്കെ ഉപേക്ഷിച്ചാൽ കൂടുതൽ നല്ലതാണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എണ്ണയില്ലാതെ കടുക് പൊട്ടിക്കാതെയൊക്കെയുള്ള ഉപ്പേരിയും സാധനങ്ങളും കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ പറ്റുകയാണ്. സത്യത്തിൽ ശരീരത്തിനും അതൊക്കെ നല്ലതാണ്. ഒരു മാസമെങ്കിലും നമ്മൾ അതൊക്കെ കുറച്ച് വന്നാൽ അത് പിന്നെ ഒരു ഓപ്ഷനിലാണ്, സാധിക്കുമെങ്കിൽ ചെയ്താൽ മതി. ബാക്കി എല്ലാ കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. സന്ധ്യയ്ക്ക് രാധാകൃഷ്ണന്മാർക്ക് ആരതി ചെയ്യാൻ പറ്റും. രാധാകൃഷ്ണ ഫോട്ടോ ഇല്ലാത്തവർ എന്തായാലും ജൂലൈ 12 മുമ്പിൽ ഒരു രാധാകൃഷ്ണ ഫോട്ടോ വാങ്ങിച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് ആരതി ചെയ്യാം. കാരണം ഇതിന് സ്പെഷ്യലാണ്, രാധാകൃഷ്ണ മൂർത്തിയാണ് ഈ മാസത്തിൻ്റെ സ്പെഷ്യൽ. അവർക്ക് തന്നെ ആരതി ചെയ്യണം. പിന്നെ അത് നമ്മൾ പറഞ്ഞു നെയ്വിളക്കിൽ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ചൗരാഷ്ടകം ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഓർത്ത് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ പുരുഷോത്തമ മാസത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഭഗവാൻ ആ മാസത്തിനെ കൊടുത്ത പ്രത്യേക അനുഗ്രഹമാണ് ഇത്. അതുകൊണ്ട് ഇത് അനുഷ്ഠിക്കുന്നവർക്ക് വളരെയധികം ഗുണങ്ങളും അനുഷ്ഠിക്കാത്തവർക്ക് ശുദ്ധഭക്തി ലഭിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് രാധാകൃഷ്ണ സമേതനായിട്ട് എല്ലാവർക്കും പുരുഷോത്തമ മാസം ഈ പ്രാവശ്യം ആചരിക്കാനുള്ള ശക്തിയും അല്ലേ, മനസ്സിന് ശക്തിയും ശ്രദ്ധയും എല്ലാം ഭഗവാൻ തരട്ടെ. ശ്രീ രാധാകൃഷ്ണന്മാരല്ലേ, സാക്ഷാൽ ബ്രജ നായകനായിട്ടുള്ള പുരുഷോത്തമൻ നമുക്കെല്ലാവർക്കും അതിനുള്ള അനുഗ്രഹം തരട്ടെ. അത് ചെയ്യാനുള്ള അല്ലേ മനഃശക്തി വേണം, നമുക്കെല്ലാം വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കണം എല്ലാവർക്കും. അത് ചെയ്തു കഴിഞ്ഞാൽ ഈ ജന്മം തന്നെ നമുക്ക് പോകാനുള്ളൊരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എന്തെങ്കിലും സംശയമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ പറയാനുണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധേ രാധേ. ഹരേ കൃഷ്ണ. അപ്പോൾ ഹരേ കൃഷ്ണ. നമ്മുടെ ഇത്രയും നേരം നമ്മുടെ സത്സംഗത്തിൽ സഹകരിച്ച കേട്ട എല്ലാവർക്കും അതിൻ്റെ ഗുണങ്ങളുണ്ടാവും. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള പ്രണാമം, നന്ദി, നമസ്കാരം. ഞാനിവിടെ ടൈപ്പ് ചെയ്ത പേരുകളാണ് നമുക്ക് കാണാൻ പറ്റുക. 23 പേര് ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ മെസ്സേജ് അയച്ച പേരുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് വായിക്കുന്നുണ്ട്. ഗീതാ മന്ദിർ സേവ കേന്ദ്രം ഹരേ കൃഷ്ണ. പിന്നെ ആശ അനിരുദ്ധൻ ഹരേ കൃഷ്ണ. സ്മിത സാജൻ ഹരേ കൃഷ്ണ. സഹദേവൻ രാധിക ഹരേ കൃഷ്ണ. വത്സല മാതാജി ഹരേ കൃഷ്ണ. സതി മാതാജി ഹരേ കൃഷ്ണ. ലേഖ മാതാജി ഹരേ കൃഷ്ണ. സ്മിത മാതാജി ഹരേ കൃഷ്ണ. ബിനു കണ്ണത്തു പ്രഭു ഹരേ കൃഷ്ണ. കലാ മാതാജി ഹരേ കൃഷ്ണ. ജ്യോതി മാതാജി ഹരേ കൃഷ്ണ. രാധിക മാതാജി ഹരേ കൃഷ്ണ. വിജി സുഭാഷ് ഹരേ കൃഷ്ണ. സ്മിത വി കെ ഹരേ കൃഷ്ണ. കൃഷ്ണ ആത്മ ഹരേ കൃഷ്ണ. രാധാ ഗോവിന്ദ് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിജി സജികുമാർ ഹരേ കൃഷ്ണ. ഹരീഷ് പ്രഭു ഹരേ കൃഷ്ണ. മഞ്ജു മാതാജി ഹരേ കൃഷ്ണ. മഞ്ജു പ്രസാദ് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തോ ഒരു സംശയം കണ്ടുള്ളൂ രാധിക. മഞ്ജു പ്രസാദ്. ആരതിയുടെ എണ്ണം ഒന്നുകൂടി പറയാം. ആരതി നമ്മൾ ഗീത നടരാജൻ മാതാജി ഹരേ കൃഷ്ണ പറഞ്ഞുതരാം. നമ്മൾ ദാമോദരാരതി ചെയ്യുന്ന പോലെ തന്നെ രാധയുടെയും കൃഷ്ണൻ്റെയും പാദത്തിൽ ആദ്യം 4 തവണ, രാധാകൃഷ്ണന്മാരുടെ നെഞ്ച് ഭാഗത്ത് 2 തവണ, അവരുടെ മുഖത്ത് 3 തവണ, മൊത്തം ആപാദചൂടം 7 തവണ. എങ്ങനെയാണ് ആരതി ചെയ്യേണ്ടത്? സന്ധ്യയ്ക്ക് നമ്മൾ ഒരു 6:30 കഴിഞ്ഞാൽ എല്ലാവർക്കും ആരതി ചെയ്യുക. ചൗരാഷ്ടകം നമ്മൾ പ്രത്യേകം ആദ്യം കേട്ടിട്ട് ചെയ്യുക. ഹരേ കൃഷ്ണ. മധു വി കെ ഹരേ കൃഷ്ണ. അപ്പോൾ ഇനിയും നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി ചോദിക്കുക, നമ്മൾ അതിനുള്ള മറുപടി തന്നോളാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിർത്തുകയാണ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പുരുഷോത്തമ മാസം വിജയിക്കട്ടെ. ഹരേ കൃഷ്ണ.